IAS ഉദ്യോഗസ്ഥനായ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത മുൻ സർക്കാരിന്റെ നടപടിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട പ്രശസ്ത ഗായകൻ ജി വേണുഗോപാൽ നിലവിൽ എയറിലാണ്. പുതിയ UDF സർക്കാർ അധികാരമേറ്റയുടൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതിനെ അഭിനന്ദിച്ചും മുഖ്യമന്ത്രി VD സതീശന്റെ ഇച്ഛാശക്തിയെ പുകഴ്ത്തിയുമായിരുന്നു വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ വസ്തുതകൾ അന്വേഷിക്കാതെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗായകൻ പ്രതികരിച്ചതെന്ന വിമർശനം ഉയർന്നതോടെ അദ്ദേഹം പോസ്റ്റ് മുക്കിയെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ട് ഇടത് അനുഭാവികൾ ശക്തമായാണ് പ്രതികരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി അധിക്ഷേപിച്ചും പുതിയ സതീശൻ സർക്കാരിനെ വാനോളം പുകഴ്ത്തിയുമായിരുന്നു വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വൻ വിവാദമായ ആ പോസ്റ്റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാടമ്പള്ളി തറവാട്ടിലെ കൊടുമൺ പോറ്റിയെ പോലെയാണ് പെരുമാറിയത്. പ്രശാന്ത് IASനെ തലങ്ങും വിലങ്ങും വാൾ വീശി തുടർച്ചയായി സസ്പെൻഡ് ചെയ്ത് ക്രൂരത കാട്ടുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പുതിയ സർക്കാർ വന്നയുടൻ പ്രശാന്തിനെ തിരികെയെടുത്ത VD സതീശൻ സർക്കാരിന്റെ ഇച്ഛാശക്തി അഭിനന്ദനാർഹമാണ്. ഒരു സർക്കാരിന്റെ ഉന്നത പദവിയിലിരുന്ന് വ്യവസ്ഥാപിതമായ ഇന്ത്യൻ സർവീസ് ചട്ടങ്ങളെ പാടെ ലംഘിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചതിനാണ് പ്രശാന്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടതെന്ന കാര്യം ഒരുപക്ഷെ വേണുഗോപാൽ ജിക്ക് അറിയില്ലായിരിക്കും. ഈ സസ്പെൻഷനെ തന്നെ വീണ്ടും സാധൂകരിക്കും വിധം വീണ്ടും ടെലിവിഷൻ ചർച്ചകൾ, യൂട്യൂബ് ചാനലുകൾ, സോഷ്യൽ മീഡിയകൾ എന്നിവയിലൂടെ ഇദ്ദേഹം പതിവ് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ചട്ടലംഘനങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ സസ്പെൻഷൻ 6 മാസം കൂടി നീട്ടിയതെന്നും ഏതൊരു ഗവൺമെന്റും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടെ കൊണ്ട് നടക്കില്ലെന്നും വിമർശകർ ഓർമ്മിപ്പിക്കുകയാണ്. പിണറായി വിജയനെ കൊടുമൺ പോറ്റി എന്ന് വിളിച്ച ഗായകന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് വെറും ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിൽ സാധാരണക്കാരായ സ്കൂൾ അധ്യാപകരെ പോലും സസ്പെൻഡ് ചെയ്യുന്ന VD സതീശനെ താങ്കൾ ഇനി എങ്ങനെയാണ് ചിത്രീകരിക്കാൻ പോകുന്നതെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ്. അധികാരമേറ്റ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സാധാരണക്കാർക്കെതിരെ എത്രയോ കേസുകളാണ് സതീശൻ സർക്കാർ ചുമത്തിയിട്ടുള്ളതെന്നും ഇടതുപക്ഷത്തിന്റെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ പോരായ്മ കൊണ്ടാണ് ഇത്തരം പ്രത്യേകതരം നിഷ്പക്ഷർ വാട്സ്ആപ്പ് ഫോർവേഡുകളെ മാത്രം വിശ്വസിച്ച് പ്രതികരണവുമായി ഇറങ്ങുന്നതെന്നും വിമർശകർ കുറ്റപ്പെടുത്തി. പാട്ടിലെ ഈണം പോലെ എളുപ്പമല്ല ഭരണനിർവഹണത്തിലെ നിയമങ്ങളെന്ന് വേണുഗോപാലിനെ പോലെയുള്ളവർ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെ പരസ്യമായി അധിക്ഷേപിക്കുകയും സിസ്റ്റത്തെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായി എടുത്ത നടപടിയെ ക്രൂരതയായി ചിത്രീകരിക്കുന്ന ഗായകൻ സാധാരണക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് മേൽ കുതിര കയറുന്ന പുതിയ സർക്കാരിന്റെ നടപടികൾക്ക് മുൻപിൽ കണ്ണടയ്ക്കുകയാണ്. അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് നോക്കി ഇത്തരം വളഞ്ഞ നിഷ്പക്ഷത വിളമ്പുന്നവർ സ്വന്തം പോസ്റ്റ് മുക്കി ഓടുന്നതിന് മുൻപ് ചരിത്രവും വസ്തുതകളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും.